ശ്രീമാത്സിലേക്ക് സ്വാഗതം. ഇന്ന് 17/7/2025 നടന്ന പോലീസ് ഡ്രൈവർ എക്സാമിൻ്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ ദിവസം എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ട് നമുക്ക് നോക്കാം. ഒരു ക്ലോക്ക് 3:30 എന്ന മണിയാണ് ക്ലോക്ക് സമയം കാണിക്കുന്നതെങ്കിൽ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര? അത് കാണാനൊരു ഫോർമുലയുണ്ട്. 30h - 11/2m. ഈ ഫോർമുല കാണാതെ പഠിക്കുക. 30h - 11/2m. h എന്ന് പറഞ്ഞാൽ മണി, m എന്ന് പറഞ്ഞാൽ മിനിറ്റ്. h അവറും m മിനിറ്റും. അതായത് 30 ഗുണം എത്ര മണിയാണ്? 3 മണി. 3 - 11/2 ഇൻറ്റു എത്ര മിനിറ്റാണ്? 30 മിനിറ്റ്. അതായത് സമം 30 ഗുണം 3 90. 90 ഇത് കട്ട് ചെയ്യാം 15. അതായത് 175. 175 90 കുറയ്ക്കുക. 75 കിട്ടും. ഇവിടെ നെഗറ്റീവ് ഒന്നും എടുക്കണം. നെഗറ്റീവ് 75 കിട്ടും. കോണളവായതുകൊണ്ട് അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എടുത്താൽ മതി. കേവല മൂല്യം. നെഗറ്റീവ് സംഖ്യ എടുക്കണ്ട. അതായത് 75. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 75 ഡിഗ്രി. ഇവിടെ ഒരു ക്ലോക്ക് 3:30 3:30 മണി എന്ന സമയം കാണിക്കുന്നുവെങ്കിൽ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. നമുക്കൊരു ഫോർമുലയുണ്ട്. 30h - 11/2m. ഇവിടെ h എന്ന് പറയുന്ന മണി, ഇവിടെ 3 മണി 30 മിനിറ്റ്. ഇവിടെ h എന്ന് പറയുന്ന അവറും m എന്ന് പറയുന്ന മിനിറ്റും. അപ്പോൾ അവിടെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഈ ഫോർമുലയിൽ കോണളവ് കാണാനുള്ള ഫോർമുല 30 ഗുണം മണി എത്രയാണ്? 3 മണി - 11/2 ഇൻറ്റു m. മിനിറ്റ് എത്രയാണ്? 30. അതായത് 90 - ഈ രണ്ട് ഇത് കട്ട് ചെയ്യുമ്പോൾ 11 ഗുണം 15 -175 കിട്ടും. അതായത് ഇനി ഇവിടെ നെഗറ്റീവ് വാല്യൂ ഒന്നും നോക്കണ്ട, വെറുതെ അത് തമ്മിലുള്ള വ്യത്യാസം കണ്ടാൽ മതി. കോണളവല്ലേ ചോദിച്ചേക്കുന്നത്. അപ്പോൾ 75 കിട്ടും. 175 90 പോയാൽ -75 കിട്ടും. അത് നോക്കണ്ട, പോസിറ്റീവ് സൈൻ എടുത്താൽ മതി കോണളവായതുകൊണ്ട്. അതിൻ്റെ കേവല മൂല്യം എടുത്താൽ മതി, അബ്സല്യൂട്ട് വാല്യൂ. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇനി a - b ഇൻറ്റു c + d ഡിവിഷൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്. ഇതിൻ്റെ വില 56 a 5 b 4 6 d 2. നമുക്ക് ചെയ്ത് നോക്കാം. അതായത് 56 a എന്ന് പറയുന്നിടത്ത് മൈനസ് കൊടുക്കുക, 5 b എന്ന് പറയുന്നിടത്ത് ഇൻറ്റു കൊടുക്കുക, ഇൻറ്റു 4 c എന്ന് പറയുന്നിടത്ത് പ്ലസ് കൊടുക്കുക, പ്ലസ് 6 d എന്ന് പറയുന്നിടത്ത് ഡിവിഷൻ കൊടുക്കുക, d2. d a എന്ന് പറയുന്നിടത്ത് ഇവിടെ എക്ക് പകരം മൈനസ് കൊടുക്കുന്നു, ബിക്ക് പകരം ഇൻറ്റു കൊടുക്കുന്നു, സിക്ക് പകരം പ്ലസ് കൊടുക്കുന്നു, ഡിക്ക് പകരം ഡിവിഷൻ കൊടുക്കുന്നു. ഇനി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇതാ കാണണ്ടേ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ബോട്ട്മാസ് നിയമം നോക്കുക. BODMAS. ഇതിൽ ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ഈ ക്രമപ്രകാരം ഇത് ചെയ്യാവും, ബോട്ട്മാസ് നിയമം വെച്ചിട്ട്. ഇവിടെ ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ആദ്യം ബ്രാക്കറ്റ് ചെയ്യുക. ബ്രാക്കറ്റ് ഇല്ല, ഓഫ് ഉണ്ട്, ഇല്ല. ഇനി ഡിവിഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, അഡീഷൻ ഉണ്ട്, സബ്ട്രാക്ഷൻ ഉണ്ട്. ഡിവിഷൻ ആദ്യം ചെയ്യാം. അതായത് ഇവിടെ എത്ര വരും? 6 / 2 എന്ന് പറയുന്നത് 3. പിന്നെ ഇവിടെ അടുത്തോട്ട് എന്തോ ഉണ്ട്? പ്ലസ് 4 ഗുണം 5 -56. ബാക്കി അങ്ങ് എഴുതി. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ വേണം ചെയ്യാൻ. 5 ഗുണം 4 എത്ര? 20. ഇവിടെ ഒരു റൈറ്റ് സൈഡിലോട്ടൊരു +3 ഉണ്ട്, സൈഡിലോട്ടൊരു മൈനസ് ഇതുണ്ട്, -56. ഇനി നമുക്ക് 56ൽ നിന്ന് ഈ 56 3 കൂടെ, ഈ പോസിറ്റീവ് 2 കൂടെ കൂട്ടിയാലും മതി. 59ൽ നിന്ന് 56 3 കൂടെ കൂട്ടി 59ൽ നിന്ന് 20 പോകെ 39. ഇനി +2 കൂടെ കൂട്ടുക. ഒരു 56 ഉണ്ട്, +3 ഉണ്ട്, 59. 59ൽ നിന്ന് 20 പോകെ 39. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഒരിക്കൽ കൂടെ പറയാം. ഇപ്പം നമ്മൾ a - b ഇൻറ്റു c + d ഡിവിഷനായാൽ 56 a 5 b 4 c 6 d 2ൻ്റെ വില. അതായത് ഈ
ഈ ചോദ്യത്തിൽ നമുക്ക് എല്ലാത്തിനും ഇതങ്ങ് എടുത്ത് എഴുതിയിട്ട് എല്ലാത്തിനും എക്ക് പകരം മൈനസും ബിക്ക് പകരം ഇൻറ്റുവും സിക്ക് പകരം പ്ലസ്സും ഡിക്ക് പകരം ഡിവിഷനും ഇട്ട് കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ ഇങ്ങനെ വരും. ഇങ്ങനെ വന്നാൽ നമുക്ക് ആദ്യം ബോഡ്മാസ് നിയമം വെച്ച് വേണം അത് ചെയ്യാൻ. ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. ഇവിടെ ബ്രാക്കറ്റ് ഓഫ് ഒന്നുമില്ല, ഡിവിഷൻ ഉണ്ട്, അത് ആദ്യം ചെയ്യാം. ഡിവിഷൻ, അതായത് 6 / 2 എത്ര? 3. പിന്നെ ഇവിടെ എന്താ ഉള്ളത്? ഒരു മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, അതും ചെയ്യാം ഒന്നിച്ച്. ഡിവിഷൻ ചെയ്തു, പിന്നെ ഇവിടെ ഒരു പ്ലസ് ഉണ്ട്, പിന്നെ ഒരു മൾട്ടിപ്ലിക്കേഷൻ 5 × 4 20, പിന്നെ ഇവിടോട്ട് എന്തോ ഉണ്ട്, ഒരു 56 ഉണ്ട്. ഇനി അഡീഷൻ ചെയ്യാം. 56ഉം 3ഉം 2 പോസിറ്റീവ് നമ്പേഴ്സ്, 59 ഉണ്ട്, ഒരു -20 ഉണ്ട്. അതായത് 59 20 പോകും 39. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഒരു ക്ലാസ്സിലാകെ 48 കുട്ടികളുണ്ട്. അപ്പോൾ ഇവിടെ 1, 2 എന്ന് കണക്ക് കൂട്ടി റാങ്ക് വരുമ്പോൾ തോമസിന് 22ാമത്തെ റാങ്കാണ് തോമസിന് വരുന്നത്, 22ാമത്തെ സ്ഥാനം. അപ്പോൾ ആകെ 48 പേരാണ് ഉള്ളത്. അപ്പോൾ തോമസിനേക്കാൾ താഴെ എത്ര പേര് കാണും? 48 ൽ നിന്ന് 22 കുറച്ച് 26 പേര് കാണും പിന്നീന്ന്. അപ്പോൾ താഴോട്ട് പിന്നെ എത്രാമതാണ് തോമസ് എന്നറിയാം. തോമസിനേക്കാൾ പിറകിൽ 26 പേരുണ്ട്, 27ാമതാണ് തോമസ്. ഒന്നും കൂടെ വരുമ്പോൾ തോമസും കൂടെ ആകുമ്പോൾ 27. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇവിടെ ആകെ 48 പേരാണ്. ഇവിടെ തോമസിന് 1, 2 അങ്ങനെ കൂട്ടി 22ാമതാണ് വരുന്നത്. അപ്പോൾ ആകെ 48 പേരിൽ 22 കുറച്ചാൽ തോമസിനേക്കാൾ പിറകിൽ എത്ര പേരുണ്ട്, പിന്നിൽ എത്ര പേരുണ്ട്? 26 പേരുണ്ട്. തോമസ് എത്രാമതാണെന്നറിയാം. 26ൻ്റെ കൂടെ അടുത്തത് വരുമല്ലോ. തോമസിനേക്കാൾ പിറകിൽ 26 പേര്. തോമസ് എത്രാമതാണെന്ന് ചോദിക്കുമ്പോൾ ഒന്നും കൂടെ വരും, 26. 27ാമതാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഒരാൾ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് 8 മീറ്റർ സഞ്ചരിച്ച് വലത്തോട്ട് തിരിഞ്ഞ് 3 മീറ്റർ സഞ്ചരിക്കുന്നു. വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 12 മീറ്റർ സഞ്ചരിച്ചാൽ ആരംഭിച്ച സ്ഥലത്ത് നിന്ന് എത്ര അകലെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഈശ്വരൻ എന്നുള്ള സ്പെല്ലിങ് ഇങ്ങനെ ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്, നോർത്ത് ഇത് ഓർത്തിരിക്കുക. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് നോക്കാം എങ്ങനെയാണെന്ന്. ഇത് വലത്തോട്ടാണ് റൈറ്റ്. ഈസ്റ്റിൻ്റെ റൈറ്റ് സൗത്ത്, സൗത്തിൻ്റെ റൈറ്റ് വെസ്റ്റ്, വെസ്റ്റിൻ്റെ റൈറ്റ് നോർത്ത്. പിന്നെയും റൈറ്റ് പറഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് വരും, ഈസ്റ്റിലേക്ക് വരും, വേറെ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഒരാൾ പടിഞ്ഞാറ് നിന്ന്, ഇതാണ് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞു, അതായത് ഈസ്റ്റിൽ നിന്ന് എത്ര മീറ്റർ സഞ്ചരിച്ചു? 8 മീറ്റർ. എന്നിട്ട് വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 3 മീറ്റർ സഞ്ചരിച്ചു. അതിൻ്റെ വലത്ത് സൗത്താണ്, 3 മീറ്റർ സഞ്ചരിച്ചു. വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 12 മീറ്റർ സഞ്ചരിച്ചു. നമുക്ക് പിന്നെ നോർത്തിൽ ഇവിടെ ഒന്നുമില്ല, 0 അപ്പോൾ ഇനി ഈസ്റ്റും വെസ്റ്റും തമ്മിൽ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഈ 12ഉം 8ഉം തമ്മിലുള്ള വ്യത്യാസം ഇവിടെ എഴുതണം. ഈ വലിയ സംഖ്യയുടെ നേരെ എഴുതണം. ഈസ്റ്റും വെസ്റ്റും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്, എതിർ ദിശയാണ്. സൗത്തും നോർത്തും എതിർ ദിശയാണ്. ഇവിടെ 3ഉം 0 തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയാൻ 3. ഇങ്ങനെ 2 സംഖ്യകൾ വന്നാൽ നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് 3² + 4² എന്ന് വരും. സ്ക്വയർ റൂട്ട് ഓഫ് ഒരു എളുപ്പ വഴിയാണ്. റൂട്ട് 25 5 മീറ്ററാണ് ഉത്തരം. എളുപ്പ വഴി പറയാം. ഈശ്വരൻ എന്നുള്ള സ്പെല്ലിങ് ഓർത്തിരിക്കുക. ESWN, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്, നോർത്ത്. അപ്പോൾ ഈ ഒരാൾ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് സഞ്ചരിച്ചു. അപ്പോൾ കിഴക്ക് എത്ര? 8 മീറ്റർ. കിഴക്കിൻ്റെ അവിടെ എഴുതുക 8. ഇനി വലത്തോട്ട് തിരിഞ്ഞ് 3 ഇത്. അപ്പോൾ ഇതിൻ്റെ വലത്ത് ഏതാണ്? സൗത്ത്, അതായത് 3. പിന്നെ വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 12 മീറ്റർ, അതായത് അതിൻ്റെ വലത്ത് വെസ്റ്റ് 12 മീറ്റർ സഞ്ചരിച്ചു. പിന്നെ ആരംഭിച്ച സ്ഥലത്ത് നിന്ന് എത്ര അകലെ ആയിരിക്കും എന്ന് ചോദിച്ചേക്കുന്നത്. ഇനി നമ്മൾ ഈ ഈസ്റ്റും വെസ്റ്റും ഓപ്പോസിറ്റ് എതിർ ഡയറക്ഷനാണ്, സൗത്തും നോർത്തും എതിർ ഡയറക്ഷനുകളാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇത് തമ്മിലുള്ള വ്യത്യാസം, ഈസ്റ്റും വെസ്റ്റും തമ്മിലുള്ള വ്യത്യാസം 12ഉം 8ഉം തമ്മിലുള്ള വ്യത്യാസം 4. വലുതിൻ്റെ നേരെ എഴുതുക, 12 അല്ലേ വലുത്. ഇനി 3ഉം ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് 0 എന്ന് എടുക്കുക. സൗത്തും നോർത്തും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ എഴുതുക 3. 3ഉം 0 തമ്മിൽ 3. ഇനി നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് ഈ 2 സംഖ്യ കിട്ടിയാൽ സ്ക്വയർ റൂട്ട് ഓഫ് ആദ്യത്തെ സ്ക്വയർ പ്ലസ് രണ്ടാമത്തെ സ്ക്വയർ, സ്ക്വയർ റൂട്ട് ഓഫ് 25 വരും. 3² + 4² റൂട്ട് 25, 5 മീറ്റർ വരും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 3, 10, 29 ഡാഷ്. അടുത്ത സംഖ്യ ശ്രേണിയിലെ അടുത്ത സംഖ്യ അതെന്ന് ചോദിച്ചേക്കുന്നത്. ഇവിടെ നമുക്ക് 3, 7, 10, 10, 19 അങ്ങനെ കൂട്ടി നോക്കിയിട്ടൊന്നും ഒരു വ്യത്യാസം കാണുന്നില്ല. ഇനി നമുക്ക് നോക്കാം. ഇത് 1³ + 2, അതായത് 1, 2, 3. ഇത് നമുക്ക് നോക്കാം. 2³ + 2, അതായത് 8ഉം 2, 10. ഇനി ഇത് 3³ + 2,
27 2 29. ഇനി അടുത്ത എന്ത് വരും? 1 ക്യൂബ് പ്ലസ് 2, 2 ക്യൂബ് പ്ലസ് 2, 3 ക്യൂബ് പ്ലസ് 2. ഇനി അടുത്ത 4 ക്യൂബ് പ്ലസ് 2 വരും. 64. 4 ക്യൂബ് 64. 64 66 വരും. ഓപ്ഷൻ എ ആണ് ഉത്തരം. ആദ്യത്തെ 3 എന്ന് പറയുന്നത് 1 ക്യൂബ് പ്ലസ് 2. 10 എന്ന് പറയുന്നത് 2 ക്യൂബ് പ്ലസ് 2. 8 2 10. 2 ക്യൂബ് 8. ഇനി 3 ക്യൂബ് പ്ലസ് 2, 27 2 29. ഇനി അടുത്ത 1 ക്യൂബ് പ്ലസ് 2, 2 ക്യൂബ് പ്ലസ് 2, 3 ക്യൂബ് പ്ലസ് 2. അങ്ങനെയാണ് ഈ ശ്രേണി പോയേക്കുന്നത്. അപ്പോൾ നമുക്ക് 4 ക്യൂബ് പ്ലസ് 2 വരും. അടുത്ത 4 ക്യൂബ് എന്ന് പറയാൻ 64. 4 × 4 × 4 64 പ്ലസ് 2 66 വരും. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇത്രയും കാര്യങ്ങൾ നന്നായി മനസ്സിലായി എന്ന് വിശ്വസിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇത് നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ധാരാളം ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ശ്രീമാത്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും ലഭിക്കുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ലിങ്ക് രേഖപ്പെടുത്തുന്നതാണ്. താങ്ക് യു.